ഹായ് ഓൾ, എല്ലാവർക്കും പി കെ ലേണിങ്സിൻ്റെ മാത്സ് PYQ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെൻസുറേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 2020 PSC 33 ചോദ്യങ്ങളാണ് ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിട്ട് മെൻസുറേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇന്ന് നമ്മളൊരു 16 ചോദ്യങ്ങളാണ് ഈ സെഷനിൽ ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത സെഷനിലായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണത്തിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്ര? 2020 LD ക്ലർക്ക് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിഡ് പോയിൻറ്റ് തിയറം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ്, ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ് ജോയിൻ ചെയ്ത് ഞാൻ വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഈ ലൈനിന് പാരലായിരിക്കും. ഇപ്പോൾ ഞാൻ ABC എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ABCയുടെ ഇത് PQ, ഇവിടെ R, ഇതാണ് ഇതിൻ്റെ മിഡ് പോയിൻറ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ ACയുടെ പകുതിയായിരിക്കും PQ എന്ന് പറയുന്നത്. മനസ്സിലായോ? ACയുടെ പകുതിയായിരിക്കും PQ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ABയുടെ പകുതിയായിരിക്കും QR എന്ന് പറയുന്നത്. പിന്നെ BCയുടെ പകുതിയായിരിക്കും PR എന്ന് പറയുന്നത്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ അതിന് പാരലൽ ആയിട്ടുള്ള ലൈനിൻ്റെ പകുതിയായിരിക്കും. അതാണ് മിഡ് പോയിൻറ്റ് തിയറം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 10 സെൻറ്റിമീറ്റർ, ഇത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ PQ എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇനി അതുപോലെ BC എന്ന് പറയുന്ന വശം 8 സെൻറ്റിമീറ്റർ ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ PR എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി AB എന്ന് പറയുന്ന വശം 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ QR 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് PQR എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് കണ്ടുപിടിച്ചൂടെ? 4, 3, 5, 4 + 3 + 5, അതായത് 4, 3, 7, 7, 5, 12 സെൻറ്റിമീറ്റർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ B ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ തന്നിരിക്കുന്ന വശങ്ങളുടെ പകുതി എടുത്ത് കൂട്ടിയാൽ മതി. 10ൻ്റെ പകുതി, 8ൻ്റെ പകുതി, 6ൻ്റെ പകുതി, 4, 3, 5 പകുതി എടുത്ത് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഈ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ട്രയാങ്കിളിൻ്റെ ചുറ്റളവ്. ഈസി അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്തത് കൺവേർട്ട് ചെയ്യാനാണ്. അതായത് മീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇത് 11/2020 ട്രേസർ ഗ്രേഡ് 1 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 15ഓളം ചോദ്യങ്ങളാണ് മെൻസുറേഷൻ്റെ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് നോക്കാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. അത് നിങ്ങൾക്കറിയാം. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ × 1 മീറ്ററാണ് 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ 100 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ നമുക്കിവിടെ തന്നിട്ടുണ്ട് 5.6 ആണ്. അപ്പോൾ 5.6 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 5.6 × 10,000 ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഒരു പോയിൻ്റ് മാറും, 56 ആവും, പിന്നെ 3 പൂജ്യം കൂടെ വരും, സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ C ആണ്. കണ്ടോ? അപ്പോൾ നമ്മൾ അറിയേണ്ട കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ × 1 മീറ്റർ ആണ് 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. 100 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ, അതായത് 10,000 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി 5.6 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5.6 × 10,000 ചെയ്യുമ്പോൾ ഒരു പൂജ്യം നമ്മൾ പോയിന്റ് മാറ്റാനായിട്ട് യൂസ് ചെയ്തു, ബാക്കി പിന്നെ 3 പൂജ്യം, 56ഉം 3 സീറോസും സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ C. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? എ റെക്ടാങ്കുലർ ഫീൽഡ് ഈസ് 40 മീറ്റർ ലോങ് ആൻഡ് 30 മീറ്റർ വൈഡ്. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കുലർ ഫീൽഡ് ഈസ്. അപ്പോൾ റെക്ടാങ്കുലർ ഫീൽഡിൻ്റെ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കറിയാം റെക്ടാങ്കുലർ ഫീൽഡിൻ്റെ പെരിമീറ്റർ, ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ ഷേപ്പാണ്. 2 × L + B ആണ്. L തന്നിട്ടുണ്ട്,
40 മീറ്റർ, ബി തന്നിട്ടുണ്ട് 30 മീറ്റർ. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എൽ 30യും ബി 40 ആയിട്ടും എടുക്കാം, വിഷയമില്ല. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 40 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 70 140. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മീറ്ററാണ്, ഇത് മീറ്ററാണ്. പെരിമീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവാണ്. അപ്പോൾ ചുറ്റളവിന് മീറ്റർ മതി, ചുറ്റളവിന് മീറ്റർ മതി. ഇവിടെ മീറ്റർ സ്ക്വയർ ആണ് പരീക്ഷയ്ക്ക് തന്നിരിക്കുന്നത്. ഡി ആണ് നമ്മുടെ ആൻസർ, പക്ഷേ ശരിക്കും ഇത് മീറ്റർ സ്ക്വയർ അല്ല, മീറ്ററാണ് വരേണ്ടത്. മനസ്സിലായോ? ഏരിയ ആണ് നമ്മൾ മീറ്റർ സ്ക്വയറിൽ പറയുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവാണ്. മനസ്സിലായോ? 140 മീറ്റർ. അടുത്ത ചോദ്യം, ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ, നമ്മൾ ആദ്യം ചെയ്ത ചോദ്യത്തിൽ എന്തായിരുന്നു? അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ടുള്ള ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്തു. ഇവിടെ ഡയറക്റ്റ് ഈ ട്രയാങ്കിളിൻ്റെ ചുറ്റളവ്, ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ സൈഡുകൾ തമ്മിൽ കൂട്ടിക്കൊള്ളുക. 10 പ്ലസ് 5 പ്ലസ് 6, 10 5 15, 15 6 21 യൂണിറ്റ് സെൻറ്റിമീറ്റർ, 21 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നിനു ടുക്ക് 2 റൗണ്ട്സ് ഓഫ് എ ഗ്രൗണ്ട് 180 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് 100 മീറ്റർ വൈഡ്. ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം ഈസ്. അപ്പോൾ ഒരു ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കുലർ ആണ്. അപ്പോൾ അതിന് ഇവിടെ ലെങ്തും വിഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ പെരിമീറ്റർ ആണ് വരുന്നത്. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആൾ 2 പ്രാവശ്യം കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാൾ ടോട്ടൽ സഞ്ചരിച്ച ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്, റെക്റ്റാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ 2 ഇൻറ്റു എൽ 180യും ബി 100ഉം ആണെങ്കിൽ എന്ത് വരും? 2 ഇൻറ്റു 180 പ്ലസ് 100 280. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 0 6 560. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 560 സെൻറ്റിമീറ്റർ ആണ്. കഴിഞ്ഞു? ഇല്ല, കാര്യം ആൾ ഒരു പ്രാവശ്യം കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച ദൂരം 560 ആണ്. ഇവിടെ ആൾ 2 പ്രാവശ്യം ഈ ഗ്രൗണ്ട് വലം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഒരു 560 വന്നു, പിന്നെ ഒരു 560 കൂടെ വന്നു. അപ്പോൾ ആൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 560 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 6 2 12, ശിഷ്ടം 1 2 10 1 11 1120 സെൻറ്റിമീറ്ററാണ് അയാൾ സഞ്ചരിച്ച ദൂരം. ഓപ്ഷൻ സി ആണ്. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമല്ല, നിങ്ങളിവിടെ നോക്കിയേ, എൽ പ്ലസ് ബി അല്ലേ? എൽ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 280 ആണ്. 280 ഇൻറ്റു 4 ഡയറക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. 0 8 4 എന്നാലും 32, ശിഷ്ടം 3 4 2 8 3 11 1120. മനസ്സിലായോ? കാര്യം ഒരു പ്രാവശ്യം നിങ്ങൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നെറ്റ് എഫക്റ്റിൽ നിങ്ങൾ ഡയറക്റ്റ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ ആണ്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. ആദ്യം ആ ഗ്രൗണ്ടിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 560 ആണ്, 2 ഇൻറ്റു എൽ പ്ലസ് ബി. പക്ഷേ ഒരു പ്രാവശ്യമല്ല, ആൾ 2 പ്രാവശ്യം വലം വെച്ചു. അതുകൊണ്ട് 2 ഇൻറ്റു 560 1120 സെൻറ്റിമീറ്റർ, 1120 സെൻറ്റിമീറ്റർ അല്ല, സോറി, മീറ്ററാണ് ആൻസർ. മീറ്ററാണേ ഇവിടെ എല്ലാം. ഇത് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടോ, ഇവിടെ സെൻറ്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഇവിടെ ആൻസറിലെല്ലാം മീറ്ററാണ്. അപ്പോൾ ഇത് ശരിക്കും മീറ്ററിലായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ചോദ്യത്തിലൊരു മിസ്റ്റേക്ക് ആണ്. ഇവിടെ സെൻറ്റിമീറ്ററും ഇവിടെ മീറ്ററുമാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ 180 സെൻറ്റിമീറ്ററിന് നമ്മൾ മീറ്ററിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഇവിടെ ഇല്ല. ഇതിൻ്റെ കൂടെ എന്താ 0 2 0യും കൂടെ വരണം, എന്നിട്ട് സെൻറ്റിമീറ്റർ. പക്ഷേ ആ ഒരു ആൻസർ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ആൻസർ, മീറ്ററിലാണ് ആൻസർ വരേണ്ടത്. 1120 മീറ്റർ. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് തെറ്റിപ്പോയതാണ്, 180 മീറ്ററാണ്. ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്കാണ്. നമ്മുടെ ആൻസർ 1120 മീറ്ററാണ്. മനസ്സിലായോ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഫൈൻഡ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഹൂസ് പെരിമീറ്റർ ഈസ് 324 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കാനാണ്. ആ സ്ക്വയറിൻ്റെ പെരിമീറ്റർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ നമുക്കറിയാം. സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4a ആണ്. അപ്പോൾ 4a ആണ് നമുക്ക് തന്നിരിക്കുന്നത് 324. അങ്ങനെയാണെങ്കിൽ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 324/4 ആണ്. 81 ആണ് നമ്മുടെ സൈഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി 81 സെൻറ്റിമീറ്റർ ആണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പം സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പെരിമീറ്റർ ഓർക്കുക. സ്ക്വയറിൻ്റെ പെരിമീറ്റർ 4a ആണ്. എല്ലാ സൈഡും ഒരുപോലെയാണ്, അതുകൊണ്ട് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4a ആണ്. അടുത്ത ചോദ്യം,
ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് തിയറിയാണ്. ദ എമൗണ്ട് ഓഫ് റീജിയൻ എൻക്ലോസ്ഡ് ബൈ എ പ്ലെയിൻ ക്ലോസ്ഡ് ഫിഗർ ഈസ് കോൾഡ്. നിങ്ങൾ നോക്കിയാൽ ഏതെങ്കിലും ഒരു ഫിഗർ ഞാൻ വരയ്ക്കുകയാണ്, ഇപ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെന്ന് വെച്ചോ, അതിൻ്റെ റീജിയൻ ഈ ക്ലോസ്ഡ് റീജിയൻ എന്ന് പറയുന്നത് ആരാണ്? അതിൻ്റെ ഏരിയ ആണ്. ഓക്കെ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്, ഈ ചുറ്റുമുള്ള അളവാണ്. സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ചുറ്റുമുള്ള അളവിൻ്റെ പകുതി. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ചുറ്റുമുള്ള അളവ്. അപ്പോൾ ഇവർ 3 പേരും ഒരേ ആൾക്കാരാണ്. ഒന്ന് പെരിമീറ്റർ, ഒന്ന് പെരിമീറ്ററിൻ്റെ പകുതി, പിന്നുള്ളത് സർക്കംഫറൻസ്, അതായത് സർക്കിളിൻ്റെ ചുറ്റളവ്. അതിൽ ഓട് 1 എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്ലോസ്ഡ് ഏരിയ, ഈ ഏരിയ ഈ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഫിഗറിൻ്റെ ഏരിയ. ചുറ്റളവെന്ന് പറഞ്ഞാൽ ഈ അകത്തെ പോർഷൻ വരില്ല, ഈ ചുറ്റുമുള്ള അളവ് മാത്രമേ വരൂ. അത് പെരിമീറ്റർ എന്ന് പറയുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ മലയാളം ചുറ്റളവെന്നാണ്, ചുറ്റുമുള്ള അളവ്. ഒരാൾ ഒരു ഗ്രൗണ്ടിനകത്ത് കൂടെ നടക്കുന്നു, അതുപോലെ തന്നെ എന്താ പറയുക, വേലി കെട്ടുന്നു, ഒരു വസ്തുവിന് വേലി കെട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പെരിമീറ്ററാണ് വരുന്നത്. അതിനകത്തോട്ടൊന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല. അതേസമയം ടൈല് പാകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അകത്തെ പോർഷൻ കംപ്ലീറ്റ് വരികയാണ്. അപ്പോൾ ആ എൻക്ലോസ്ഡ് ആ ഒരു റീജിയനെ പറയുന്നത് ഏരിയ എന്നാണ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഫീൽഡ് ഈസ് 24200 സ്ക്വയർ മീറ്റർ. ഹൗ ലോങ് വിൽ എ മാൻ ടേക്ക് ടു ക്രോസ് ദ ഫീൽഡ് ഡയഗണലി അറ്റ് ദ റേറ്റ് ഓഫ് 6.6 km/h? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നതാണ് 24200. അപ്പം നമുക്കറിയാം സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A² ആണ്. പക്ഷെ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അയാൾ ഡയഗണലി സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഡയഗണലുമായി ബന്ധപ്പെട്ട് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് d²/2 ആണ്. A = d². അപ്പോൾ നമ്മൾ ഈ A² എന്ന് പറയുന്ന ഇക്വേഷൻ അല്ല ഉപയോഗിക്കേണ്ടത്, d²/2 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ d²/2 എന്ന് പറയുന്നതാണ് എന്ത്? 24200. അങ്ങനെയാണെങ്കിൽ d² എന്ന് പറയുന്നത് ഈ 2 ഇങ്ങോട്ട് വരും, 48400. അതിൽ നിന്ന് ഡിയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? √48400. അപ്പോൾ ആൻസറിൽ ഒരു 0 വരും, 2 0-ൽ ഒരു 0 സ്ക്വയർ റൂട്ടിൽ വരും. ഇനി നോക്കിയേ, നിങ്ങൾക്കറിയാം ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 4 വരുന്ന സ്ക്വയർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയറും 4 ആണ്, 8ൻ്റെ സ്ക്വയറിലും യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, 20ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 400 വരും, 30ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 900 വരും. 30ൻ്റെ സ്ക്വയർ, 20ൻ്റെ സ്ക്വയർ 400. അപ്പോൾ 20ൻ്റെ സ്ക്വയറിനും 30ൻ്റെ സ്ക്വയറിനും ഇടയ്ക്കാണ് ഈ 484 എന്ന് പറയുന്നത്. അതിൽ തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ നിങ്ങൾ നോക്കി, 25ൻ്റെ സ്ക്വയർ 625. അപ്പോൾ 25-നേക്കാളും ചെറിയൊരു വാല്യൂ ആണ് വരേണ്ടത്. 484 എന്ന് പറയുമ്പോൾ 625-നേക്കാളും ചെറുതല്ലേ? അതായത് 22 ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട സ്ക്വയർ റൂട്ട്. അപ്പോൾ 220 ആണ് 48,400ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഡിയുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നിങ്ങൾ നോക്കി, ഈ മനുഷ്യൻ ഡയഗണലി സഞ്ചരിക്കാനെടുത്ത ദൂരമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ കിട്ടിയ ഡയഗണലിൻ്റെ ഡിസ്റ്റൻസാണ്. 220 മീറ്റർ ആണ്. നിങ്ങളിവിടെ യൂണിറ്റുകൾ ശ്രദ്ധിച്ചോണം, 220 മീറ്റർ ആണ്. ഇനി നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.6 km/h ആണ്. അപ്പോൾ ഈ 6.6 km/h എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ, കിലോമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 6.6 × 1000 ചെയ്യുമ്പോൾ 6600, അത്രയും മീറ്റർ. ഇനി ഇവിടെ അവറാണ്, നമുക്ക് ആൻസറിൽ കിടക്കുന്ന എല്ലാം മിനിറ്റാണ്. അപ്പോൾ അവറിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡഡ് ഒരു 16 കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ 0 വെട്ടി 660/6 എന്ന് പറഞ്ഞാൽ 110 മീറ്റർ/മിനിറ്റ്സ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് അല്ല, മിനിറ്റ്സിലോട്ടാണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. സെക്കൻഡിലാക്കണമെങ്കിൽ ഒരു 60 കൂടെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമ്മളിവിടെ ആൻസർ എല്ലാം മിനിറ്റിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ മീറ്റർ/മിനിറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ടൈം കണ്ടുപിടിക്കാം. അതായത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ, 220 m/110 m/മിനിറ്റ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 2 മിനിറ്റ് എന്ന് വരും. 220യുടെ പകുതിയല്ലേ 110 എന്ന് പറയുന്നത്. അപ്പോൾ മീറ്റർ വെട്ടിപ്പോവും, മിനിറ്റ് മുകളിൽ വരും, 2 മിനിറ്റ്സ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്.
മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ട് d²/2 എടുത്തു? d²/2 എടുക്കാൻ കാര്യം നമുക്ക് ഡയഗണലി അയാൾ സഞ്ചരിക്കുന്ന ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏരിയ ഇൻ ടേംസ് ഓഫ് ഡയഗണൽ d²/2 ആണ്. അവിടുന്ന് നമ്മൾ d കണ്ടുപിടിച്ചു. അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 2 0 ഉള്ളതുകൊണ്ട് 1 0 ആൻസറിൽ വരും. പിന്നെ 484ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ 200ൻ്റെ സ്ക്വയർ 400 ആണ്, 300ൻ്റെ സ്ക്വയർ 900 ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരും. പിന്നെ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മനസ്സിലായി. ഇവിടെ 4 വരണമെങ്കിൽ ഒന്നീ 2 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത്, യൂണിറ്റ് പ്ലേസിൽ വരുന്ന 2 ആയിരിക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും. പിന്നെ നമുക്കറിയാം 25ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625. അപ്പോൾ അതിനേക്കാളും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 22 ആണ് വരുന്നത്. അപ്പോൾ സ്ക്വയർ റൂട്ട് 220 ആണ്. ഇനി ഡിസ്റ്റൻസ് 220 മീറ്റർ ആണ്. സ്പീഡ് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പീഡിനെ മീറ്ററിലാക്കി, മീറ്റർ പെർ മിനിറ്റ്സിലാക്കി. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലാക്കിയിട്ട് പിന്നെ അതിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക, അത്രയും ടൈം പോകും. അതുകൊണ്ട് ഞാനിവിടെ മീറ്റർ പെർ മിനിറ്റ്സിലാണ് എഴുതിയത്. അപ്പോൾ കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ അവറിനെ മിനിറ്റിലാക്കാൻ വേണ്ടിയിട്ട് 60 കൊണ്ട് താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇത് 110 മീറ്റർ പെർ മിനിറ്റ്സ് എന്ന് കിട്ടി. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അതായത് 220 മീറ്റർ ഡിവൈഡഡ് ബൈ 110 മീറ്റർ പെർ മിനിറ്റ്സ് 2 മിനിറ്റ്സ് എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈസി അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? A 5 centimeter cube is cut into as many 1 centimeter cubes as possible. What is the ratio of the surface area of the larger cube to that of the sum of the surface areas of the smaller cubes? ഒരു വലിയ ക്യൂബ് 5 സെൻറ്റിമീറ്റർ സൈഡ് ഉണ്ടായിരുന്ന ഒരു സൈഡിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ഒരു ക്യൂബിനെ കട്ട് ചെയ്ത് 1 സെൻറ്റിമീറ്റർ വരുന്ന കുറേ കൊച്ചു ക്യൂബ്സ് ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ക്യൂബിൻ്റെ സർഫസ് ഏരിയയും ഈ ചെറിയ ക്യൂബുകളുടെ സർഫസ് ഏരിയയുടെ തുകയും തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം ഒരു വലിയ ക്യൂബിനെ കട്ട് ചെയ്ത് കുഞ്ഞു ക്യൂബുകളാക്കുമ്പോൾ അവിടെ വോളിയം മാറുന്നില്ല. ഈ വലിയ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഈ കുഞ്ഞു ക്യൂബുകളുടെ വോളിയത്തിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ വലിയ ക്യൂബിൻ്റെ വോളിയത്തിന് ഞാൻ V1 എടുത്തു കഴിഞ്ഞാൽ V1 എന്ന് പറഞ്ഞാൽ 5 ക്യൂബാണ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 ആണ് അല്ലേ? ഇനി ചെറിയ ക്യൂബുകളുടെ വോളിയം ടോട്ടൽ വോളിയത്തിന് V2 എന്ന് എടുത്തു. അപ്പോൾ V2 125 ആയിരിക്കില്ലേ? V2 എന്ന് പറഞ്ഞാൽ ചെറിയ ക്യൂബുകളുടെ വോളിയത്തിൻ്റെ സമ്മാണ്. സം ഓഫ് വോളിയംസ് ഓഫ് സ്മോൾ ക്യൂബ്സ്, അതാണ് V2 125. അപ്പോൾ അവരുടെ സം 125 ആണ്. ഒരാളുടെ വോളിയം എത്ര വരും? ഒരു സ്മോൾ ക്യൂബിൻ്റെ വോളിയം V3 ആണെങ്കിൽ ഒരു സൈഡ് എത്രയാണ്? A3 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ V3 എന്ന് പറഞ്ഞാൽ 1ൻ്റെ ക്യൂബ് 1 ആണ്. അപ്പോൾ ഒരു കുഞ്ഞു ക്യൂബിൻ്റെ വോളിയം 1 ആണ്. ടോട്ടൽ വോളിയം 125 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്മോൾ ക്യൂബ്സ് എത്ര വരും? ടോട്ടൽ 125 ആണ്, ഒരാളുടേത് 1 ആണ്. അപ്പോൾ 125 കുഞ്ഞു ക്യൂബുകളാണ് ഈ വലിയൊരു ക്യൂബിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി, വലിയ ക്യൂബ് ഒരെണ്ണമാണ് ഉണ്ടായിരുന്നത്, ചെറിയ ക്യൂബുകൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 125 എണ്ണം ഉണ്ട്. ഇനി നോക്കിയേ, വലിയ ക്യൂബിന് നമുക്കറിയാം ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6a² ആണ്. അപ്പോൾ വലിയവൻ്റെ ആണെങ്കിലോ, വലിയവൻ്റെ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇൻറ്റു സൈഡ് 5 അല്ലേ, 5² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇൻറ്റു 25 എത്ര വരും? 6 ഇൻറ്റു 25 4 ടൈംസ് 100 വരും, പിന്നെ 2 എണ്ണം കൂടെ 150. ഓക്കെ, അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ വലിയ ക്യൂബിൻ്റെ സർഫസ് ഏരിയ ആണ്, അത് 150 എന്ന് കിട്ടി, 150 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ചെറിയ ക്യൂബിൻ്റെ ആണെങ്കിലോ ഒരെണ്ണത്തിൻ്റെത് എത്ര വരും? ഒരെണ്ണത്തിൻ്റെത് 6a² ആണ്. ഓക്കെ, ഒരെണ്ണത്തിൻ്റെത് 6a² ആണ്. A2 ഈസ് ഈക്വൽ ടു 6a², ഇവിടെ A1² ഇടാം. അതായത് 6 ഇൻറ്റു 1ൻ്റെ സ്ക്വയർ 6, ഒരാളുടേത് 6 ആണ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 125 എണ്ണം ഉണ്ട്. അപ്പോൾ നോക്കിയേ, അവരുടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 125 ഇൻറ്റു 6 എത്ര വരും? 6 5 30, ശിഷ്ടം 3, 6 2 12, 3 15, ശിഷ്ടം 1, 1 6 1 7, 750 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ചെറിയവന്മാരെ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് സർഫസിൻ്റെ എണ്ണം കൂടുവാണ്, അതുകൊണ്ട് സർഫസ് ഏരിയ കൂടുതലായിരിക്കും. എന്നാൽ വോളിയം നമ്മളൊരു വലിയ ഇതിനെ കട്ട് ചെയ്ത് ചെറുതാക്കുമ്പോൾ വോളിയം മാറുന്നില്ല. അപ്പോൾ വോളിയം വെച്ച് നമ്മൾ ചെറിയ ക്യൂബുകളുടെ എണ്ണം കണ്ടുപിടിച്ചു. ഇനി പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കൂടുതൽ സർഫസുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്, അതുകൊണ്ട് സർഫസ് ഏരിയ ഡെഫിനറ്റ് ആയിട്ടും കൂടും. അപ്പോൾ ചെറിയവന്മാരുടെ സർഫസ് ഏരിയ 750 m², വലിയവൻ്റെത് 150 ആണ്. 150 ഈസ് ടു 750. അപ്പോൾ ഇത് വെട്ടിപ്പോവും,
15:75. അപ്പോൾ 15:75 എന്ന് പറഞ്ഞാൽ 1:5. നമ്മുടെ ആൻസർ എത്രയാണ്? 1:5. ഓപ്ഷൻ ബി ആണ്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തത്? ഇതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വലിയ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത്, വലിയ ക്യൂബിൻ്റെ വോളിയം വി എന്ന് പറയുന്നത് V1 എന്ന് ഞാൻ എടുത്തു. സൈഡ് A1 = 5 ആണ്. അതുകൊണ്ട് V1 എന്ന് പറയുന്നത് 5ൻ്റെ ക്യൂബാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇനി ചെറിയ ക്യൂബിൻ്റെ സൈഡ് A2 എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ചെറിയ ക്യൂബിൻ്റെ ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1ൻ്റെ ക്യൂബാണ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ വലിയ ക്യൂബിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ക്യൂബുകളുടെ വോളിയത്തിൻ്റെ സം എന്ന് പറയുന്നത് 125ന് ഈക്വലാണ്. കാര്യം ആ വലിയ ക്യൂബിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. സോ വോളിയം മാറുന്നില്ല. അതുകൊണ്ട് തന്നെ V1 എന്ന് പറയുന്നത് N×V2 ആണ്. ഈ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്മോൾ ക്യൂബ്സ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് N കണ്ടുപിടിക്കാം. N = V1/V2. V1 എത്രയാണ്? 125/1. അതായത് 125 ചെറിയ ക്യൂബുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ വലിയ ക്യൂബിനെ കട്ട് ചെയ്ത് 125 ചെറിയ ക്യൂബുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നിങ്ങൾ നോക്കിയേ, വലിയ ക്യൂബിൻ്റെ സർഫസ് ഏരിയ ഞാൻ A1 എന്ന് വിളിച്ചു. അപ്പോൾ 6a സ്മോൾ a1 സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം സ്മോൾ a1 5 ആണ്. അതുകൊണ്ട് തന്നെ 6 × 5ൻ്റെ സ്ക്വയർ 150 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ചെറിയവന്മാരുടെ ഒരാളുടെ ഏരിയ A2 എന്ന് പറഞ്ഞാൽ 6 × A2 സ്ക്വയർ ആണ്. അതായത് 6 × 1ൻ്റെ സ്ക്വയർ ആണ്, 6 ആണ്. ഒരാളുടേത് 6 ആണ്. അങ്ങനെ നമുക്ക് എത്ര പേരുണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു? 125 ക്യൂബ്സ് ഉണ്ട്. സോ സർഫസ് ഏരിയ ഓഫ് 125 ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ 125 × 6 ആണ്. എന്ന് പറഞ്ഞാൽ 750 ആണ്. 750 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവിടെ റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയ ഓഫ് ലാർജർ ക്യൂബ് ടു ദാറ്റ് ഓഫ് ദ സം ഓഫ് സ്മോളർ. ലാർജറിൻ്റെത് ആദ്യം എഴുതണം. 150 ഈസ് ടു സം ഓഫ് സർഫസ് ഏരിയ ഓഫ് സ്മോളർ ക്യൂബ്സ്. അതുകൊണ്ടാണ് 150 ഈസ് ടു 750 എഴുതിയത്. അല്ലാതെ സ്മോളിൻ്റെതാണ് ആദ്യം ചോദിച്ചെങ്കിൽ റേഷ്യോയ്ക്ക് ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. 750 ഈസ് ടു 150 വന്നതിന്. അപ്പോൾ ഇനി ഇതിനെ വെട്ടി ചെറുതാക്കുമ്പോൾ 1:5 എന്ന് വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 16 സെൻറ്റിമീറ്റർ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണം. എല്ലാ സൈഡും ഒരേ അളവുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ √3/4a² ആണ്. √3/4a² ആണ്. അപ്പോൾ ഏരിയ ചോദിച്ചിരിക്കുന്നു. സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്. A = 16 ആണ്. 16 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഏരിയ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു √3/4 × 16 × 16. അപ്പോൾ നമുക്ക് ഈ 4ഉം 16ഉം കൂടെ വെട്ടാം 4 ടൈംസ്. അപ്പോൾ 16 × 4 ചെയ്യുമ്പോൾ 6 4 24 ശിഷ്ടം 2 1 4 2 6 64√3. അപ്പോൾ 64√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. സമഭുജ ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ √3/4a² ആണ്. മനസ്സിലായോ? ആ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രപ്പീസിയം ഹൂസ് പാരലൽ സൈഡ്സ് ആർ 20 സെൻറ്റിമീറ്റർ ആൻഡ് 18 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലംബകമാണല്ലേ? ലംബകമാണ്. 2 പാരലൽ സൈഡ് കാണും അതിന്. പിന്നെ ഇങ്ങനെ ഒരു സൈഡും ഇങ്ങനെ ഒരു സൈഡും. ഒരു ലംബകം കുറച്ചുകൂടെ ഇതായിട്ട് വരയ്ക്കാം. അതായത് ഇങ്ങനെ 2 പാരലൽ സൈഡ് കാണും. മറ്റേ സൈഡ് പാരലൽ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ പാരലൽ സൈഡ് ഇതിനെ A എന്നും ഇതിനെ B എന്നും വിളിച്ചാൽ പാരലൽ സൈഡിൻ്റെ നീളം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ. ഞാൻ ഇവിടെ താഴെ 20 എഴുതാം. 20 സെൻറ്റിമീറ്ററും മുകളിലത്തത് കാര്യം ഞാൻ വരച്ചത് അങ്ങനെയല്ലേ, ആ ഒരു രീതിയിലല്ലേ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ മേളിലത്തത് 18 സെൻറ്റിമീറ്റർ ഇടും. ഓക്കെ. ഇനി ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നതാണ് H. ഈ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ½ H × A+B ആണ്. ½ H × A+B. അപ്പം ½ × H എന്ന് പറയുന്നത് ഈ പാരലൽ സൈഡ്സ് തമ്മിലുള്ള
ആ ഒരു ഡിസ്റ്റൻസ് ആണ്. അതിവിടെ 15 തന്നിട്ടുണ്ട്. അകത്ത് ഈ സൈഡ്സ് 18ഉം 20ഉം ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 1/2 × 15 × 18 + 20 എത്ര വരും? 38 വരും അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ ഒരു പ്രാവശ്യം 2, 18 വരുമ്പോൾ 19. 19 × 15. ഇനി 9 × 5 ചെയ്യുമ്പോൾ എന്തായാലും ഒരു 5 വരും. അപ്പോൾ ഇവിടെ എല്ലാത്തിലും 5 ഉണ്ട്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. 19 × 15, 95, 45, 4, 1 5 4 9, 1 9 9, 1 1 5, 9 9 18, 285 സെൻറ്റിമീറ്റർ സ്ക്വയർ. നിങ്ങൾ മാത്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷനും കൂടെ നോക്കി നോക്കി ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് ഫുൾ ചെയ്ത് നോക്കേണ്ട ആവശ്യം വരത്തില്ല, പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ എല്ലാം 5ൻ്റെ ഇതായതുകൊണ്ടാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, 19 × 5, 15 × 15 ആണ് 225. അതുകൊണ്ട് ആ ഓപ്ഷൻ വരത്തില്ല. 315ലോട്ടും പോകത്തില്ല. പിന്നെ ഇത് രണ്ടിൽ ഏതാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 15 × 19 285 നമ്മുടെ ഓപ്ഷൻ സി ആണ്. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് ദ എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് 1 സെൻറ്റിമീറ്റർ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇറ്റ്സ് വോളിയം? ഒരു ക്യൂബിൻ്റെ എഡ്ജ് തന്നിട്ടുണ്ട്. എഡ്ജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷനാണ്. ഈസി ആണല്ലേ? എന്താണ്? അതായത് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V = A³ ആണ്. എ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ ആണ്. ഭയങ്കര ഈസി ആയിപ്പോയി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ക്യൂബ്. നമുക്ക് തോന്നും ഇത് തന്നെയാണോ ആൻസർ? കാര്യം നമുക്ക് എന്തെങ്കിലും ഇത്ര ഈസി ആയിട്ടൊക്കെ ചോദിച്ചുകൂടാന്നില്ല. ഓക്കെ, അപ്പോൾ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, 1 സെൻറ്റിമീറ്റർ ക്യൂബ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി 1 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് ദ ഡയമെൻഷൻസ് ഓഫ് എ റൂം ആർ LBH, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഏരിയ ഓഫ് ഇറ്റ്സ് 4 വാൾസ്? അപ്പോൾ നമുക്കൊരു റൂമിനെ നമുക്കൊരു റെക്റ്റാങ്കുലർ ഫിഗറായിട്ട് കാണാൻ പറ്റും അല്ലേ? ഒരു ക്യൂബോയിഡ് പോലെ കാണാൻ പറ്റും ഒരു റൂമിന്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇത് ഈ 4 സൈഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 1, പിന്നെ ഈ സൈഡ്, പിന്നെ അതുപോലെ ഇവിടെ വരും, പിന്നെ ഇതിൻ്റെ ബാക്കിൽ വരും. അപ്പോൾ ഈ താഴെ ഫ്ലോറും റൂഫും വേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇങ്ങനൊരു പെട്ടി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു റൂമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്കറിയാം, ഇത് ലെങ്താണ്, ഇത് ഹൈറ്റാണ്. ഇനി ഇതെന്ന് പറയുന്നത് അതിൻ്റെ ബ്രെഡ്ത്താണ് അല്ലേ? B ആണ്. അപ്പോൾ ഇവിടെ ലെങ്തും ഹൈറ്റും ആണ് വരുന്നത്. അതായത് L × H. ഈ ഭാഗം ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ L × H. ഓക്കെ, പ്ലസ് ഇനി ഇതേപോലെ അപ്പുറത്ത് ഒരെണ്ണം വരില്ലേ? L × H. അതായത് ഈ ഭാഗത്തിന് ഓപ്പോസിറ്റായിട്ട് ഒരു ഫേസ് വരുന്നുണ്ട്, അതും L × H ആണ്. പ്ലസ് ഇനി ഈ ഭാഗം എന്ന് പറയുന്നത് താഴെ B ആണ്, ഹൈറ്റ് H ആണ്. അതായത് B × H. അതിൻ്റെ ഓപ്പോസിറ്റും അതുപോലൊരു ഭാഗം ഇല്ലേ? അതും B × H. ചുരുക്കി പറഞ്ഞാൽ 2 ഇവിടെ ഇത് 2 × LH + BH അല്ലേ? 2 പ്രാവശ്യം L × B യും വരുന്നുണ്ട്, 2 പ്രാവശ്യം BH ഉം വരുന്നുണ്ട്. അപ്പോൾ 2 × LH + BH. H കോമൺ ആയിട്ട് എടുത്തൂടെ? 2H × L + B. 2H × L + B. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഒരു റൂം സങ്കല്പിക്കുക, അതിൻ്റെ റൂഫും ഫ്ലോറും വേണ്ട. അപ്പം 4 സൈഡുകളാണ്, നമ്മുടെ ചുമരാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ L ഉം H ഉം വരും, അതിൻ്റെ ഓപ്പോസിറ്റും L ഉം H ഉം. വേറൊരു സൈഡിൽ B ഉം H ഉം വരും, അതിൻ്റെ ഓപ്പോസിറ്റും B ഉം H ഉം. അപ്പോൾ 2 LH ഉം 2 BH ഉം. അതാണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ 2 ടേമിൽ 2ഉം കോമൺ ഉണ്ട്, H ഉം കോമൺ ഉണ്ട്. അത് വെളിയിലെടുക്കുമ്പോൾ 2H × L + B അല്ലേ? 2H × L + B. അതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. 2 identical cubes, each of total surface area of 6 centimeter square, are joined end to end. Which of the following is the total surface area of the cuboid so formed? അപ്പോൾ 2 ക്യൂബ്സ് ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്നത് ഒരു ക്യൂബോയിഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ 2 ഐഡൻറ്റിക്കൽ ക്യൂബ്സ് ഉണ്ട്, അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ 6 സ്ക്വയർ ആണ്. ഓക്കെ, ആർ ജോയിൻഡ് എൻഡ് ടു എൻഡ് ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്ന ക്യൂബോയിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്
2 ഐഡൻറ്റിക്കൽ ക്യൂബ്സ്, 2 ഐഡൻറ്റിക്കൽ ക്യൂബ്സ് ഓഫ് ടോട്ടൽ സർഫസ് ഏരിയ 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ സർഫസ് ഏരിയ വരുമ്പോൾ നമുക്കറിയാം ഒരു ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6a² ആണ്. അപ്പോൾ 6a² ആണ് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ a² എന്ന് പറഞ്ഞാൽ 1 ആണ്, a എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ A1 ആയിട്ടുള്ള 2 ക്യൂബുകൾ നമ്മൾ ചേർത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ക്യൂബിൻ്റെ കൂടെ ചേർത്ത് ഒരു ക്യൂബും കൂടെ ഇങ്ങനെ ചേർത്ത് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ലെങ്ത് മാറും. ക്യൂബ് ആയതുകൊണ്ട് അതേ ഡയമെൻഷനിലുള്ളൊരു ക്യൂബാണ് അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. 2 ക്യൂബ്സ് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക. ഈ സോളിഡായിട്ട് വരച്ചിരിക്കുന്നതും ഈ ഡോട്ടഡായിട്ട് വരച്ചിരിക്കുന്നതും. അപ്പം നിങ്ങൾ നോക്കി, ഇത്രയും 1 ആണ്, ഇതും 1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫോം ചെയ്തത് ഒരു ക്യൂബോയിഡാണ്. 2 ക്യൂബ് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു ക്യൂബോയിഡാണ്. അവൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 + 1 2 ആണ്, 2 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഹൈറ്റ് മാറുന്നുണ്ടോ? ഈ ഹൈറ്റ്, അവൻ്റെ ഹൈറ്റ് എല്ലായിടത്തും എത്രയാണ്? 1 തന്നെയാണ്. വിഡ്ത്തോ, ഈ വിഡ്ത്ത് ചേർന്ന് കഴിയുമ്പോൾ ഉള്ള വിഡ്ത്ത് അതാണ് ബിയും 1 തന്നെയാണ്. ലെങ്ത് മാത്രമേ മാറുന്നുള്ളൂ. 2 എണ്ണം ചേർത്ത് വയ്ക്കുമ്പോൾ ഇത്രയും ലെങ്ത് വരും. ഇതുവരെ 1 ആണ്, പിന്നെ ഇത്രയും കൂടെ ചേരുമ്പോൾ അടുത്ത 1 ആയി. ഇപ്പോൾ 1 + 1. അപ്പോൾ നമ്മൾ 2 ക്യൂബ്സ് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ലെങ്ത് 1 + 1 2 ആയി. കാര്യം ഒരാളുടെ ലെങ്ത്, ഒരാളുടെ സൈഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 2 പേരുടെയും കൂടെ ഇമ്പാക്റ്റ് വരും 2. ഹൈറ്റും മാറുന്നില്ല, അത് ഈ പോർഷനും മാറുന്നില്ല, ഈ വിഡ്ത്തും മാറുന്നില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്കറിയാം ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 × LH + BH + LB ആണ്. കാര്യം ഇതുപോലത്തെ സൈഡ് അപ്പുറത്തും കാണും, ഈ ഭാഗത്തുള്ള പോലെ ഇവിടെയുണ്ട്, മേളിലുള്ള പോലെ താഴെയുണ്ട്. ഓക്കെ, അപ്പം 2 × LH + BH + LB ആണ് ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ. അപ്പോൾ 2 × LH എന്ന് പറയുമ്പോൾ 2 × 1 2 തന്നെ, BH എന്ന് പറയുമ്പോൾ 1 × 1 1 പ്ലസ് LH എന്ന് പറയുമ്പോൾ 2 × 1 2. അപ്പോൾ ദാറ്റ് ഈസ് 2 × 2 + 1 3 3 + 2 5 2 × 5 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് 2 സ്ക്വയർ ജോയിൻ ചെയ്ത് കിട്ടുന്ന ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കുക. ലെങ്ത് മാത്രമാണ് മാറുന്നത്. 2 പേരെ ചേർത്ത് വയ്ക്കുമ്പോൾ ലെങ്ത് 2 ആയി. ഹൈറ്റും മാറുന്നില്ല, വിഡ്ത്തും മാറുന്നില്ല. ഓക്കെ, ഹൈറ്റും വിഡ്ത്ത് നിങ്ങൾ മനസ്സിൽ 2 റുബിക്സ് ക്യൂബ് ചേർത്ത് വയ്ക്കുന്നത് മനസ്സിൽ കണ്ടു നോക്കിയാൽ മതി. ഹൈറ്റും മാറുന്നില്ല, വിഡ്ത്തും മാറുന്നില്ല, ലെങ്തിനാണ് മാറ്റം വരുന്നത്. ഇനി നമുക്കറിയാം ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2 × LH + BH എന്താണ് LH + BH + LB ആണ്. 2 × LH + BH + LB ആണ്. അപ്പോൾ അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് എല്ലും ബിയും എച്ചും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ്. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ആൻ ഒക്ടഗൺ ഹാസ് ഡാഷ് സൈഡ്സ്. ഇത് സിമ്പിളാണ്. ഒക്ടഗൺ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം 8 സൈഡാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, എ മാൻ വാക്സ് എൻറ്റയർലി around his semi-circular garden. What is the area of his garden if he walks 324 meter? അതായത് ഇതെല്ലാം ഒരേ ചോദ്യപേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണേ. ഒരാൾ അയാളുടെ ഗാർഡനിൽ കൂടെ നടക്കുന്നു. അപ്പോൾ ഗാർഡൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സെമി സർക്കുലർ ഷേപ്പാണ്. ഓക്കെ, സെമി സർക്കുലർ ഷേപ്പാണ്. അപ്പോൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സർക്കംഫറൻസ് ആണ് വരേണ്ടത്, ചുറ്റളമാണ് വരേണ്ടത്. ഒരു സർക്കിളിൻ്റെ ചുറ്റളം എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2πr ആണ്, ആണല്ലോ. അപ്പോൾ അതിൻ്റെ പകുതിയുടെ പെരിമീറ്റർ സെമി സർക്കിളിൻ്റെ ആകുമ്പോൾ എത്ര വരും? ഈ 2 അങ്ങ് പോവും, അതായത് πr വരും. അപ്പോൾ ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ πr ആണ്, ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ 2r ആണ്. അപ്പോൾ ടോട്ടൽ പെരിമീറ്റർ എത്ര വരും? πr + 2r. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. അപ്പോൾ ഒരു ഗാർഡൻ സെമി സർക്കുലർ ഷേപ്പിലാണെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഈ വളഞ്ഞിരിക്കുന്ന പോർഷൻ πr ആണ്. എന്തുകൊണ്ട്? ഒരു സർക്കിളിൻ്റെ ടോട്ടൽ സർക്കംഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr ആണ്. അപ്പോൾ ഈ ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞാൽ πr ആണ്. ഇനി ഈ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2r ആണ്. കാര്യം അതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് സർക്കിളിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2r ആണ്. സോ πr + 2r ആണ് ഒരു സെമി സർക്കുലർ പ്ലോട്ടിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 6 വെളിയിലെടുക്കാം. അപ്പോൾ 6 × π + 2 ആണ് പെരിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ 6 തന്നിട്ടുണ്ടല്ലോ. ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുണ്ട്? ഏരിയ തന്നിട്ടുണ്ട്.
വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗാർഡൻ ഇഫ് ഹി വാക്സ്, അതായത് 324 മീറ്ററാണ് അയാൾ നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് പെരിമീറ്ററാണ് നമുക്ക് തന്നിരിക്കുന്നത്, 324 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. നമുക്ക് പൈയുടെ വാല്യൂ അറിയാം, 22/7 ആണ്, 22/7 + 2 അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ഇവിടെ LCM കാണുമ്പോൾ 22 + 14/7 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 6 കണ്ടുപിടിച്ചൂടെ. 6 is equal to എങ്ങനെ വരും, 324 ഇൻറ്റു 7/22 + 14 എത്ര വരും, 36 വരും. ഇനി ഇത് വെട്ടിക്കളയാൻ പറ്റുമോ നോക്കിക്കേ. ഈ 36ഉം 324 കൂടെ പോകുമോ നോക്കാം. നമുക്ക് അറിയാം 4 പോവും അല്ലേ, 4 പോവും. അപ്പോൾ ഇവിടെ 9 പ്രാവശ്യം, ഇവിടെ 8 പ്രാവശ്യം, 32 1. ഇനി ഈ 9ഉം 81 കൂടെ വെട്ടുമ്പോൾ ഇവിടെ 9 × 7 63 6ൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് 6 കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഫുൾ സർക്കിൾ ആണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്താണ്, ഒരു ഫുൾ സർക്കിളിൻ്റെ ഏരിയയുടെ പകുതിയല്ലേ ഉള്ളൂ. അപ്പോൾ ½ πr². അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു 6 എത്രയാണ്, 63 ഇൻറ്റു 63. അപ്പോൾ നിങ്ങൾ നോക്കിയേ 2ഉം 22 കൂടെ വെട്ടി 11, ഈ 7ഉം 63 കൂടെ വെട്ടുമ്പോൾ 9 വരും. അപ്പോൾ 99 ഇൻറ്റു 63 എന്ന് വരും അല്ലേ, 99 ഇൻറ്റു 63 എന്ന് വരും. 99 ഇൻറ്റു 63 നോക്കി എത്ര വരുമെന്ന്, 9 × 3 27, ശിഷ്ടം 2, 9 × 3 27, 2 29, 9 × 6 54, ശിഷ്ടം 5, 9 × 6 54, 5 59, 7 9 4 13, 1 9 2 11 1 12, 6 2 3 7. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 6237 m². അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് ഒരു സെമി സർക്കുലർ ഗാർഡൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇയാൾ നടന്ന ദൂരം തന്നിട്ടുണ്ട്, അതായത് പെരിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ റൗണ്ടിലിരിക്കുന്ന പോർഷൻ പ്ലസ് ഈ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നത് 2r ആണ്, റൗണ്ടിലിരിക്കുന്നത് πr ആണ്. കാര്യം ടോട്ടൽ 2πr ആണെന്ന് നമുക്കറിയാം. ഒരു വൃത്തത്തിൻ്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. അപ്പോൾ ഈ ഹാഫ് പോർഷൻ്റെത് πr ആണ്. സോ πr + 2r ആണ് നമ്മുടെ പെരിമീറ്റർ. അതിൽ നിന്ന് നമ്മൾ 6 സോൾവ് ചെയ്തെടുക്കുന്നു. 6ൻ്റെ വാല്യൂ നമുക്ക് 63 എന്ന് കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ½ πr² ആണ്. കാര്യം ഒരു ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. അതിൻ്റെ പകുതിയാണ് സെമി സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ ½ ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു 6ൻ്റെ വാല്യൂ കിട്ടി 63, 63 ഇൻറ്റു 63. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 6237 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരു 17ഓളം ചോദ്യങ്ങൾ ഇനിയും ഉണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത സെഷനിൽ അത് വർക്കൗട്ട് ചെയ്യാം. മെൻസുറേഷൻ ടോട്ടൽ 33 ചോദ്യങ്ങളാണ് 2020 വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത സെഷനിൽ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഇന്നത്തെ സെഷനിൽ എല്ലാ ചോദ്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മെൻസുറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, വിട്ടുകളയരുത്. അതിൽ നിന്ന് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് മെയിൻ. കുറച്ചായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് പഠിച്ചാൽ മതി. റെക്റ്റാങ്കുലർ, സ്ക്വയറും അങ്ങനെ ഓരോന്നും ഒരേപോലെ വരുന്നത് ഗ്രൂപ്പ് ചെയ്ത് ട്രയാങ്കിൾ ഒരു സെപ്പറേറ്റ് ഇത് അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുക. ട്രയാങ്കിളിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കുറച്ചായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇക്വേഷൻ ഇരിക്കും. എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെൻസുറേഷൻ. ഒരിക്കലും നിങ്ങളത് വിട്ട് കളയരുത്. കാര്യം 1-2 ചോദ്യങ്ങളൊക്കെ ഡിഗ്രി ലെവൽ എക്സാമിനും അതുപോലെ തന്നെ 10th ലെവൽ എക്സാമിനൊക്കെ 1-2 ചോദ്യങ്ങൾ വന്നേക്കാം ആ ഒരു ടോപ്പിക്കിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.